ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ടൈറ്റിൽ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതും ഒരു യൂട്യൂബർ പർച്ചേസ് ചെയ്യുന്നതും തമ്മിൽ എന്താ ഇത്ര വലിയ വ്യത്യാസമെന്ന്. ഒരു കുഞ്ഞ് യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു വൈകുന്നേരം ഐക്കിയയിലേക്ക് പോയെന്ന് കണ്ടില്ലേ, സൂര്യനിൽ അസ്തമിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബർ പർച്ചേസിന് മുമ്പ് ഇങ്ങനെ തന്നെയായിരിക്കും, റോഡ് മുതൽ തുടങ്ങും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ മൊബൈലും കൂടി ഒന്ന് ഒരുക്കിയിട്ടേ ഇറക്കുള്ളൂ, ഫുള്ള് ചാർജൊക്കെ ചെയ്ത്. പിന്നെ എന്താ പറയുക, പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത്. ഇപ്പോൾ ഞാൻ പവർ ബാങ്കൊന്നും എടുക്കാറില്ല. പിന്നെ ഇപ്പോൾ കൊറോണ ആയത് കാരണം ഖത്തറിൽ എഹ്തറാസ് എന്ന് പറഞ്ഞൊരു ആപ്പ് എല്ലാ മൊബൈലിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ മോളിൻ്റെ അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ കുട്ടികൾക്ക് എൻട്രിയും ഇല്ല. പിന്നെ ഇതാ കാറിൻ്റെ ഗ്ലാസ്സിന് ചളിയുണ്ടോയെന്ന് ആകെ നോക്കുന്നത് ഞാൻ പർച്ചേസിന് മുമ്പ് ഇതേപോലെ വീഡിയോ വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചളി ഉണ്ടോയെന്നോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല, വെറുതെ ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കും. അപ്പോൾ നമ്മളിത് ഐക്കിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാർ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും കുറച്ച് കാണാനുണ്ട്. അപ്പോൾ അതും കൂടി ഒപ്പി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള പ്ലേസിലായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന കാരണം. പുറത്ത് പോയി മൊബൈൽ പൊക്കി പിടിച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു മടിയില്ല കാര്യം. പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കും, അപ്പുറത്തെ ആൾ നോക്കുന്നുണ്ടോ ഇപ്പുറത്ത് നോക്കുന്നുണ്ടോ. ഇപ്പോൾ പിന്നെ മാസ്ക് ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നമ്മളെ കണ്ണ് മാത്രമല്ലേ കാണുള്ളൂ. അപ്പോൾ ഇതെല്ലാം ധൈര്യത്തിൽ ഞാൻ എടുക്കുകയെന്ന്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നീ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ഇത്ര കാര്യമായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ പലപ്പോഴും എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഹസ്ബൻഡ് മനസ്സിലാകുക അതിലെന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കോടെ നോക്കും, എന്ത് ഇപ്പോൾ ഇത്ര എടുക്കാനുള്ളതെന്ന്. അപ്പോൾ എഹ്തറാസ് ആപ്പൊക്കെ ചെക്ക് ചെയ്ത് സെക്യൂരിറ്റി നമ്മൾ അകത്തേക്ക് കയറിയിട്ടേ. അപ്പോൾ താഴെ നിന്ന് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടിയാണ്. ഇങ്ങനെ മുകളിൽ കയറി വീഡിയോ എടുക്കാൻ നല്ല രസമാണ്. കാര്യമായിട്ട് ആളുകൾ അങ്ങനെ മേലോട്ടൊന്നും നോക്കില്ലല്ലോ. പിന്നെ ഇവിടെ അറബ്സൊക്കെ ഉണ്ടാകുന്ന കാരണം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും സെൽഫി എടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾ തുറിച്ച് നോക്കുന്നുണ്ട്, അപ്പോൾ മൊബൈൽ മെല്ലെ ഓഫാക്കിയിട്ടൊന്നും അറിയാത്ത പോലെ നടക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുക്കണമെങ്കിൽ പ്രത്യേകിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മാളുകളിൽ പോയി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ ഇതാ ഐക്കിയയിലേക്ക് പോയെന്ന്. ഇവിടെ ഇങ്ങനെ കാണാം സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ക്യൂ ആയിട്ടുണ്ട്. അപ്പം ഒരു സെൽഫി എടുക്കണമെങ്കിലോ നമ്മുടെ ഫേസ് എടുക്കണമെങ്കിലോ ആളുകൾ തുറച്ച് നോക്കൂലേ എന്ന് വിചാരിച്ച് ഞാനിവിടെ ഇതുപോലെ ക്യൂ ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഐക്കിയയിലൊക്കെ അത് എപ്പോഴും എല്ലാവർക്കും അറിയാം, ഐക്കിയ എവിടെ ഉണ്ടായാലും നല്ല തിരക്കായിരിക്കും, ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടായത് കാരണം. അതുപോലെ തന്നെ ഐക്കിയയിൽ കുറേ വഴികളുണ്ട്. അപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്തിട്ടില്ല, ഒരൊറ്റ എൻട്രൻസ് മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് എല്ലാവരും അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്, ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ട്. യൂട്യൂബർ പർച്ചേസിന് പോവുകയാണെങ്കിൽ കണ്ടില്ലേ, നടവഴിയൊക്കെ നമ്മൾ നേരെ എടുക്കാൻ പറ്റില്ല, ആൾക്കാർ തുറച്ച് നോക്കും. അത് കാരണം നമ്മൾ താഴോട്ടായിട്ടെങ്കിലും എടുക്കും. പിന്നെ ആൾക്കാരിങ്ങനെ അപ്പുറത്തിപ്പുറത്ത് നോക്കുന്നുണ്ട്, എന്ത് കാലൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഹസ്ബൻഡ് ഇങ്ങനെ നടന്ന് കുറേ മുമ്പിലെത്തിയിട്ട് എന്നെ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്കോടെ നോക്കും. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കും. അങ്ങനെ കുറേ നടന്നിട്ട് ഇത് ഐക്കിയയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ വെള്ള പ്ലേറ്റ് ഒരു 3 റിയാലിൻ്റെ പ്ലേറ്റാണിത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സാധാരണ പ്ലേറ്റ്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബൗള്. എനിക്ക് തോന്നുന്നു ഐക്കിയയിലെത്തി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വാങ്ങുന്നൊരു സാധനമാണിത്. ഇത് നല്ല പിന്നെ സെറാമിക്കിൻ്റെ നല്ല അടിപൊളി പാത്രമാണ്. അതുപോലെ തന്നെ 3 റിയാലേ ഉള്ളൂ, ഓൾമോസ്റ്റ് എല്ലാവരും വാങ്ങുന്നൊരു സംഭവമാണ്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ട്രേയോ പാത്രങ്ങളോ കാണണമെങ്കിൽ അതിൻ്റെ അടുത്ത് വന്ന് നല്ല വിശദമായിട്ട് വീഡിയോ എടുക്കും. നമ്മൾക്ക് ആവശ്യമില്ലെങ്കിൽ, നിങ്ങളൊരു യൂട്യൂബർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സാധനത്തിൻ്റെ അടുക്കത്തിൽ എന്തായാലും ഒരു വീഡിയോ എടുക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുണ്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതൊക്കെ കണ്ടില്ലേ. ഇപ്രാവശ്യം ഐക്കിയയിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും വുഡൻ്റെ വന്നിട്ടുള്ളത് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതൊക്കെ ആദ്യമായിട്ട് കാണണോ എന്നില്ലേ ഒരു പുച്ഛ ഭാവത്തോടെ. നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, മാസ്ക് ഇട്ടുകൊണ്ട് വലിയൊരു ചമ്മലും ഇല്ല. ഇതെല്ലാം കണ്ട എങ്ങനെ എടുക്കാണ്ടിരിക്കലല്ലേ. അപ്പോൾ ഇതാ പ്രൈസ് അടക്കം എടുക്കുകയെന്ന് ചിലതിൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സും അതുപോലെ തന്നെ 3 റിയാലിൻ്റെ ഗ്ലാസ്സാണ്. എനിക്ക് തോന്നുന്നു ഖത്തറിലല്ല, ഐക്കിയയിൽ പോയിട്ടില്ല, എല്ലാവരും ഈ ഗ്ലാസ് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു കളറാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഈ ഒരു കളറാണ്, നേവി ബ്ലൂ കളറ്. അപ്പോൾ ഇത് 2 വാങ്ങി ഓൾറെഡി ഉപയോഗിച്ച് പൊട്ടിയതാണ്. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മറ്റേ കളർ എടുത്തത്. ഇതൊക്കെ ബേക്കിങ്ങിന് ആവശ്യമുള്ള സാധനമാണ്. ഒരു യൂട്യൂബർ വീഡിയോ എടുക്കണം തുന്നിച്ചിട്ട് ഇങ്ങനെ പർച്ചേസിന് പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ നോക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും, ചിലപ്പോൾ നമ്മൾ വാങ്ങാൻ പോയ സാധനം തന്നെ മറന്നു പോയിട്ട് വീഡിയോ എടുക്കുന്ന അനുഭവമായിരിക്കും ഉണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഐക്കിയയിൽ. ഇതേപോലെ ഗ്ലാസും പാത്രങ്ങളൊക്കെ അതേതായാലും എടുക്കുകയെന്ന്.
ഞാനിത് ഇങ്ങനെ ഓരോ സെക്ഷനിൽ വന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കി വിശദമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ ഹസ്ബൻഡ് ചോദിച്ചത് എനിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നത് ഇത് വേണം. അപ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ ഹസ്ബൻഡിനും ഒരു പുച്ഛം പോലെ ഉണ്ടോയെന്നൊരു സംശയം. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ കൂടെ നടക്കുന്നവർക്കും ചെറിയൊരു മടിയായിരിക്കും. കാരണം എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്, ഒന്നൊട്ട് ആവശ്യമില്ല. അപ്പോൾ എനിക്കൊരു 3-4 ചെറിയ ഐറ്റം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ബ്ലാക്ക് പ്ലേറ്റ് ഇപ്പോൾ വന്നൊരു കളക്ഷനാണേ. ഐക്കയിൽ വളരെ മുമ്പേ അവൈലബിൾ ആണ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതേതായാലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഏതായാലും കണ്ടിട്ടുണ്ട്. വാങ്ങണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അടുത്ത് പോയിട്ട് ഓരോന്നോരോന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം ആവശ്യമുള്ള തന്നെയാണ്. പിന്നെ ഒന്നുകൂടി ചിന്തിച്ചാൽ നമ്മളെ എന്താ പറയേണ്ടത്, അത്യാവശ്യമാണോ എന്ന് വെച്ചാൽ അത്യാവശ്യമല്ല. അതുപോലെയുള്ള സാധനങ്ങളൊന്നും കണ്ടില്ലേ. ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. നിങ്ങൾ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലത്തെ നല്ല റൗണ്ടായിട്ടുള്ള സാധനങ്ങൾ വരില്ല. നമുക്ക് പിന്നെ തമ്പനയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് കുഞ്ഞു കുഞ്ഞു മാറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, 9 റിയാൽ. അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള പാത്രം വെച്ച് നമ്മൾ തമ്പനെയിൽസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റ്സ് ഉണ്ട് ഇതുപോലെ. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, സെറാമിക്കിൻ്റെ കുറച്ച് ഡെക്കർ ഐറ്റംസാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു ഇതേപോലെയുള്ള ഹോം ഡെക്കർ ഐറ്റംസ് കാണുന്നത്. അപ്പോൾ അതിലിങ്ങനെ കണ്ടപ്പോൾ പിന്നെ എന്തായാലും എടുക്കുമല്ലോ വീഡിയോ. അങ്ങനെ കുറച്ച് എടുക്കുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും എല്ലാ സാധനവും എപ്പോഴും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കാണുന്ന സംഭവങ്ങൾ എൻജോയ് ചെയ്യാവുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും എല്ലാവർക്കും പർച്ചേസിന് പോകാനിഷ്ടം. പർച്ചേസ് ചെയ്യുന്നത് കുറവായിരിക്കും, പക്ഷെ നല്ല നല്ല സാധനങ്ങൾ കണ്ട് ആസ്വദിക്കാമെന്നുള്ളത്. ഐക്കയിലാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരുപാട് വുഡൻ ഐറ്റംസ് ഉണ്ട്. ഞാനിതിന് മുമ്പേ ഐക്കയിൽ പോയപ്പോൾ കാണാത്ത ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞ് പർച്ചേസെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും വീഡിയോ എടുത്തിട്ടും കറങ്ങി തിരിഞ്ഞിട്ടും ഏകദേശം 1.5 മണിക്കൂർ അതിൻ്റെ അകത്തുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ 2 കവറിൽ. പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ നല്ല വ്യൂ കണ്ടത്. അപ്പോൾ ചാടി മൊബൈലെടുത്ത് അതും കൂടി അങ്ങ് പകർത്തി. അപ്പോൾ ഇതാണ് യൂട്യൂബർ അവസ്ഥ. ചാടി വീട്ടിലെത്താൻ നോക്കൂല. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചയാണെങ്കിൽ അതെല്ലാം ഒന്ന് പകർത്തും. കണ്ടില്ലേ, കാലടക്കം എടുക്കും നമ്മളിങ്ങനെ നടക്കുമ്പോൾ. അപ്പോൾ ഇത് 2 കവറിലേക്ക് സാധനങ്ങളുണ്ട്. ഇപ്പം ഞാൻ വാങ്ങി കൂടി കാണിച്ചുതരാം. കണ്ടില്ലേ, 2 ഗ്ലാസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും വാങ്ങിയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഖത്തറിലുള്ള ഐക്കിയ പോയവരാണെങ്കിൽ. ഈ 2 ഗ്ലാസ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫേവറേറ്റ് കളറല്ല ഇത്. പക്ഷേ ഇത് ഇതുവരെ വാങ്ങാത്തതുകൊണ്ട് ആ കളർ ഞാൻ വാങ്ങി. പിന്നെ ഒരു ബ്ലാക്ക് കളറിലെ പിന്നെ 4 പാത്രമായിരുന്നു വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസും കൂടി പറയാം. 4 ഇതേപോലത്തെ നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രത്തിന് 39 റിയാലാണ്. അതുപോലെ തന്നെ ആ ഒരു കപ്പിന് 3 റിയാൽ. അറിയാമായിരിക്കും എല്ലാവർക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ പാത്രം വാങ്ങാൻ പോലും അത്യാവശ്യം നമുക്ക് ഇഷ്ടമില്ല വാങ്ങും. പിന്നെ വീഡിയോയിലൊക്കെ ഇത് കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു കൂടി ചിന്തിച്ചിട്ടായിരിക്കും വാങ്ങൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത എൻ്റെ ഒരു 1-2 വ്ളോഗിൽ ഈ ഒരു ബ്ലാക്ക് കളറിലെ പാത്രത്തിൽ തന്നെയായിരിക്കും വിളമ്പലും തിന്നലും. പിന്നെ ഞാൻ ഇതുപോലെ പാത്രം വെക്കുന്ന ഒരു ചെറിയൊരു ട്രേയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പഴയ വീട് ഹോം ടൂർ കണ്ടവർക്കറിയാം, കുഞ്ഞ് കിച്ചനായതാണ്. ഞാൻ തട്ടിൻ്റെ അടിയിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഒരു കുഞ്ഞൊരു കൗണ്ടർ ടോപ്പ് ഉള്ളത് കാരണം ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഹെൽപ്ഫുൾ ആണ് പെട്ടെന്ന് എടുക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനൊരു 11 റിയാലാണെന്ന് തോന്നുന്നുണ്ട്. അത് വൈറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തത് കുഞ്ഞ് പർച്ചേസാണ്. അപ്പോൾ വലിയ പർച്ചേസാണെന്ന് വിചാരിച്ചാൽ അതിന് ആരും കമൻ്റ് ഒന്നും ചെയ്യരുത്, ഇതാണോ വലിയ ഇത്ര കാര്യമായിട്ട് കാണിക്കാൻ. അപ്പോൾ ഞാൻ വാങ്ങിയത് കാണിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളെ ചില ചങ്ങായിമാർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായി എന്താ 2 കവറിലൊക്കെ ഉള്ളതെന്ന്. കവർ പൊളിക്കാൻ നമുക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണല്ലോ, പെട്ടി പൊളിക്കാനും. അപ്പോൾ ഞാനേതായാലും എൻ്റെ കുഞ്ഞു കവറുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഒരു കുഞ്ഞ് സ്പാച്ചുല വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെറ്റായിട്ട് വരുന്ന ഇതാ 6 പീസ് വരുന്ന കുഞ്ഞു ലാമ്പാണ്. നല്ല ഭംഗിയായിരിക്കും, നമുക്ക് ബെഡ്റൂമിൽ ബെഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യാന്ന്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ സൈസും വളരെ ചെറുതാണ്. പിന്നെ ഒരു ഹാങ്ങർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഷോളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പർദ്ദൻ്റെ സ്കാർഫൊക്കെ. അപ്പോൾ അത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ അത്യാവശ്യം വന്നിരുന്നില്ല ഇത്രയും നാളും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു യൂട്യൂബറായ എൻ്റെ കുഞ്ഞ് പർച്ചേസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന അത്രയും പെട്ടെന്ന് തന്നെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.